സോഡ വിറ്റ് നടന്ന 13 വയസ്സുകാരൻ ഒരു കൂട്ടം ആളുകളെ ലക്ഷ്യമിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡ് സൃഷ്ടിച്ചു. 1970-കളിൽ ഗുജറാത്ത് തെരുവിൽ സോഡ വിറ്റ് നടന്നിരുന്ന ആ 13 വയസ്സുകാരൻ അരീസ് ഫിറോസ് ഷാ കമ്പട്ട. കൊക്കക്കോള പോലെയുള്ള ബ്രാൻഡുകൾ അക്കാലത്ത് ഇന്ത്യയിൽ സോഫ്റ്റ് ഡ്രിങ്ക് ആധിപത്യം സ്ഥാപിച്ചുവെങ്കിലും അവർ ആരും കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് അയാൾ മനസ്സിലാക്കി. അതുകൊണ്ട് ആരംഭത്തിൽ അരീസ് കമ്പട്ട ജാഫ് എന്ന പാനീയം വിപണിയിൽ ഇറക്കുകയും ഇന്ത്യൻ കുടുംബങ്ങളുടെ ആവശ്യകത എന്തെന്ന് മനസ്സിലാക്കുകയും അതേ തുടർന്ന് രസ്ന എന്ന ബ്രാൻഡ് വിപണിയിൽ ഇറക്കുകയും ചെയ്തു. 5 രൂപയുടെ പാക്കറ്റിൽ നിന്ന് 32 ഗ്ലാസ് പാനീയം എന്നതായിരുന്നു രസ്നയുടെ ബിസിനസ് തന്ത്രം. മറ്റ് ബ്രാൻഡുകൾ പാനീയങ്ങളിൽ പഞ്ചസാര ചേർക്കാനായി പണം ചെലവഴിച്ചപ്പോൾ അദ്ദേഹം ഉപഭോക്താക്കൾക്ക് വീട്ടിൽ സ്വന്തം ഇഷ്ടത്തിന് പഞ്ചസാര ചേർക്കാൻ അനുവദിച്ചു. ഈ ലളിതമായ ആശയം രസ്നയുടെ ചെലവ് 60% കുറയ്ക്കുവാനും വെറും 5 രൂപയ്ക്ക് ഒരു പാക്ക് വിൽക്കുവാനും സാധിച്ചു. 1980-കളിൽ ഐ ലവ് യു രസ്ന എന്ന പരസ്യത്തിലൂടെ കുട്ടികളുടെ സന്തോഷവും കുടുംബങ്ങളുടെ ഐക്യവും മുന്നോട്ട് വെച്ച പരസ്യങ്ങൾ ഒരു ബ്രാൻഡായി രസ്നയെ മാറ്റി. രസ്നയ്ക്കെതിരെ മത്സരിക്കാൻ വേണ്ടി കൊക്കക്കോള സൺഫിൽ എന്ന ബ്രാൻഡ് 2000-ൽ അവതരിപ്പിക്കുകയും വെറും 2 വർഷത്തിനുള്ളിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇതിനകം രസ്ന ഇന്ത്യയിലെ 85% സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിൽ ആധിപത്യം നേടിയെടുത്തു. ഇന്ന് 60-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന രസ്ന വെറും ഒരു പാനീയമല്ല, ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയാണ്. ഓരോ ഇന്ത്യൻ വീട്ടിലും സന്തോഷം പകർന്ന ഒരു അനുഭവം കൂടിയാണ്. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.